അതെ, അപ്പോൾ നമ്മുടെ ഗബ്രൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത എന്നറിയോ? ഇപ്പോൾ ബെഡ് ഇങ്ങനെ കിടക്കുന്നില്ലേ, സംഗതി എന്താണെന്ന് വെച്ചാൽ ഗബ്രൂട്ടന് നമ്മളും കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് കളിപ്പാട്ടം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ സാറിന് അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട, ഈ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട ഇവിടുത്തെ സാറിന്. ഇവന് വേണ്ടത് വണ്ടിയുടെ താക്കോല്, എൻ്റെ മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ നല്ല കുറേ സാധനങ്ങളുണ്ട്, ഗ്ലാസ്സുകൾ, പിന്നെന്താണ് കമ്പി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടത്. അല്ലാതെ കളിക്കുന്ന ഒരു സാധനം അവന് ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത്രയും നേരം എൻ്റെ സ്റ്റിക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ താക്കോല്. എന്തോ ഗബ്രൂട്ട് ഇവിടെ ചെയ്യുന്നേ? എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? വേണ്ട, മൊത്തം ഇങ്ങനത്തുള്ള സാധനങ്ങൾ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ എന്ത് കൊടുത്താലും അവന് ഇഷ്ടമാകത്തില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ എത്ര നേരം വേണേലും വെച്ച് കളിച്ചുകൊണ്ടിരുന്നോളൂ, ഒരു കുഴപ്പമില്ല, ഒരു കരച്ചിലോ ഒരു ബഹളോ ഒന്നുമില്ല. കണ്ട എന്ത് കൂളായിട്ടായിരിക്കുന്നത്. ആരാ കാണുന്നത്? വീഡിയോയിൽ കാണുന്നത് ആരാ? നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെയാണോ എന്ന് പറയണേ. ഗബ്രൂട്ടാ, ഇതാരാ വീഡിയോയിൽ കാണുന്നത്? വീഡിയോയിലാരോ പോലെ അവിടെ ഒന്നും ഇരിപ്പില്ല. ഇഞ്ഞോ മൊത്തം ഓടി നടന്ന് കുളമാക്കാം. ഞാൻ തുണിയാണെങ്കിൽ ഇതിൻ്റെ മേളോട്ട് കുറച്ചെടുത്തിട്ടായിരുന്നു മടക്കാനുള്ള കഴുകിയിട്ട തുണികൾ, അതെല്ലാം വാരി ബെഡേ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വലിച്ചെടുക്കും ഓരോന്ന്. അങ്ങോട്ടൊന്നും പോകണ്ട, സകലതും വലിച്ചെടുത്തിടും. ഇതെവിടുന്ന് വന്നിപ്പം? വൈപ്സിൻ്റെ പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിനകത്തിരുന്ന വൈപ്സ് മൊത്തം പുറത്തെടുത്ത് വിട്. വേണ്ട, ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കലാപരിപാടികൾ. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങൾ മൊത്തം വേണം. അത് അമ്മയുടെ ഗുളിക, നീ എടുക്ക്. വേറെ എന്തെങ്കിലും വേണം എടുത്ത് വെച്ച് കളിക്ക്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേക്കണേ, അല്ലേ?